ഹായ്, ഏവർക്കും ഡെന്നിസ് ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കർക്കിടക മാസത്തിലെ വാവുബലി ബാഹുബലിയെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നു പ്രശസ്ത കലാകാരനും കർമ്മിയുമായ പ്രകാശ് വള്ളംകുളം. പ്രകാശേട്ടാ, നമസ്കാരം. നമസ്കാരം. നമ്മുടെ കർക്കിടക മാസത്തിലെ വാവുബലിയെപ്പറ്റി ഒരു ഐതിഹ്യമോ അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? നമ്മളെ കർക്കിടക മാസത്തിലെ കർത്തവാവിൻ്റെ ദിവസമാണ്. പിതൃക്കൾ ഭൂമിയോടൊക്കെ ഏറ്റവും അടുത്ത് വരുന്ന ദിവസമായിട്ടാണ് ഇതിനെ കണക്ക് കൂട്ടുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും പിതൃക്കൾക്ക് നൽകുവാനുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ദിനമായിട്ടാണ് ഇതിനെ കൂട്ടുന്നത്. അപ്പോൾ ഇതൊരു പുണ്യദിനം കൂടിയാണ്. കർക്കിടക മാസം എന്ന് പറയുന്നത് പുണ്യമാസമാണ്. രാമായണ പാരായണം മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് പൊതുവേ പുണ്യമായ ഒരു മാസമാണ്. ആ മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമായിട്ടാണ് പിതൃക്കളെന്ന് പറയുന്നത് കാണപ്പെട്ട ദൈവങ്ങളാണ്. നമുക്ക് ഈ ശരീരവും ഒക്കെ തന്ന, നമുക്ക് സ്വന്തം എല്ലാം തന്നത് നമ്മുടെ അച്ഛനമ്മമാരും അപ്പനമ്മമാരും ഒക്കെയാണ്. അപ്പോൾ ആ പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുക, അവരെ ഓർക്കുക, ഒപ്പം നമ്മുടെ തുടർന്ന് വരുന്ന തലമുറയ്ക്ക് ഈ ബന്ധങ്ങളുടെ പവിത്രതയെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദിനമാണ് ഈ കർക്കിടക മാസത്തിലെ കർത്തവാവെന്ന് പറയുന്നത്. അപ്പം അതും തീർച്ചയായിട്ടും ബലി കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ പുണ്യമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് നോയമ്പും മറ്റു കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിലൂടെ കൂടുതൽ പവിത്രമാകുകയും മറ്റുള്ളവർ ഈ ബന്ധങ്ങളുടെ, നമുക്കറിയാം ഇന്ന് ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഈ സാമൂഹിക വ്യക്തിബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് തീർച്ചയായിട്ടും ഒരു അനിവാര്യമായ സംഗതി തന്നെയാണ്. അനുഷ്ഠാനത്തിനപ്പുറത്തേക്ക്, ഇതൊരു ആചാരം അപ്പുറത്തേക്ക് ഇത്തരം ചില കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കർമ്മങ്ങളെപ്പറ്റി ഒന്ന് പറയാമോ? ആ കർമ്മം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏറ്റവും പിതൃക്കൾ ഭൂമിയോട് അടുത്ത് വരുന്ന ദിവസമാണ്. ത്രിലോകങ്ങളിൽ നിന്ന്, യമലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അടുത്ത് പിതൃക്കൾ എത്തുന്ന പിതൃക്കൾക്ക് നമുക്ക് നേരിട്ട് പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്ന ബലികൾ നേരിട്ട് നൽകാൻ കഴിയും. പലപ്പോഴും മറ്റൊരു ആചാര്യൻ്റെ അല്ലെങ്കിൽ ബലികർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും മറ്റു ചില ജാതി സമുദായത്തിൻ്റെയൊക്കെ ഒരു ഇതിൽപ്പെട്ടതാണ്. അതല്ലാതെ നമുക്ക് നേരിട്ട് പിതൃക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ദിനം കൂടിയാണ്. ചെറിയ രീതിയിലെങ്കിലും അരി വെള്ളം കൂടി ചെറിയ രീതിയിൽ നനച്ച് ഇന്നേ ദിവസം കൊടുക്കാൻ കഴിഞ്ഞാൽ പെട്ടെന്ന് സ്വീകരിക്കും, പിതൃക്കൾ തൃപ്തിയാകും. ആ ഗുണങ്ങൾ നമ്മുടെ കുടുംബത്തിന് അതിന് മോക്ഷം ലഭിക്കും എന്നാണ് പറയുന്നത്. ഇന്ന് എത്ര പേര് ബലിയിടാൻ വന്നു? ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വളംകുളം പുത്തൻകാമല മഹാദേവ ക്ഷേത്രമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്ട് ഒരു 98 ഇവിടെ വാവുബലി തുടങ്ങി വെച്ചതാണ്. പിന്നീട് അറിയാലോ, കുറേ സാമ്പത്തിക ചെലവുകളും കുറേ ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേത്രം ആ കാര്യങ്ങൾ വിട്ടു കഴിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ വ്യക്തിപരമായിട്ട് ഇത് ഏറ്റെടുത്ത് ഇപ്പോൾ ഒരു 27-28 വർഷമായി ഞാൻ കണ്ടിന്യൂ ചെയ്ത് വരുന്നു. നമ്മളിവിടെ ആളെണ്ണത്തിലുപരി ഈ ഏരിയയിലുള്ള സാധാരണക്കാർക്കെല്ലാം ഇവിടെ വന്ന് പങ്കെടുക്കുവാനും, പിന്നെ ഇതൊരു പവിത്രമായ ഒരു ആറാട്ടുകടവാണ്. ഇവിടെ 2 ക്ഷേത്രത്തിലെ ആറാട്ടുകടവാണ്. പിന്നെ പല ക്ഷേത്രങ്ങളെയും സപ്താഹത്തിൻ്റെ ആറാട്ടിനൊക്കെ ഇവിടെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കടവിനെ നമ്മൾ സംരക്ഷിക്കുന്നതിന്, അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുന്നതിനും അതിൻ്റെ പവിത്രത മനസ്സിലാക്കി